സമഗ്ര ശിക്ഷ കേരളയിലെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ 6000 ജീവനക്കാർ പ്രതിസന്ധിയിലാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അധ്യാപകർ ഉൾപ്പെടെ ദുരിതത്തിലാണ്. വിജിൻ വീണ്ടും ചേരുന്നു. വിജിൻ, ഇതെന്താണ് സംഭവം? അജിംസ്, നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട്, PM ശ്രീയിൽ ഒപ്പുവെക്കാത്തതുമായി ബന്ധപ്പെട്ട SSKയുടെ ഫണ്ട് കാലങ്ങളായി തടഞ്ഞുവെക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിനിടയിൽ PM ശ്രീയിൽ ഒപ്പിട്ട ഘട്ടത്തിൽ ഒരു 96 കോടി രൂപ അത് അനുവദിച്ചിരുന്നു. ഇനിയും ഏകദേശം 1500ഓളം കോടി രൂപയാണ് നിലവിൽ SSKയുടെ വിഹിതമായി കേന്ദ്ര സർക്കാർ അനുവദിക്കാനുള്ളത്. അത് ഇതുവരെയും അനുവദിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു കത്ത് കൂടി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയം നേരിട്ട് വിദ്യാഭ്യാസ സെക്രട്ടറിക്കാണ് കത്ത് അയച്ചത്. PM ശ്രീയിൽ ഒപ്പിടണം എന്നാവശ്യപ്പെട്ടാണ് കത്ത്. അത് ഭരണമാറ്റം വരികയും തെരഞ്ഞെടുപ്പിന് ശേഷം ആസം, ഒപ്പം തന്നെ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക്, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ കത്ത് അയച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണമാണ് നിലവിൽ സംസ്ഥാനത്തിനും അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുള്ളത്. SSK ഫണ്ട് ഉൾപ്പെടെയുള്ളവ ലഭ്യമാകണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടണം എന്നുള്ള കടുത്ത നിലപാട് വീണ്ടും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിലവിൽ ഏകദേശം 6000ഓളം വരുന്ന SSKക്ക് കീഴിലുള്ള ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം നിലവിൽ മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. 2 മാസമായി പൂർണ്ണമായും ആ ശമ്പളം വിതരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ മന്ത്രിസഭ അധികാരമേറ്റ ശേഷം, വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ വന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയപരമായ തീരുമാനമുണ്ടാവുക. എന്തായാലും വലിയ വിവാദമാണ് PM ശ്രീയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായത്. രാഷ്ട്രീയപരമായ ഭിന്നിപ്പ് അത് മുന്നണിയിൽ ഉൾപ്പെടെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. അക്കാലത്ത് വലിയ എതിർപ്പ് അത് പ്രതിപക്ഷം, ഇപ്പോൾ ഭരണപക്ഷത്തേക്ക് എത്തിയിട്ടുള്ള പ്രതിപക്ഷവും ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം ഇനി വരുന്ന സർക്കാർ എടുക്കും എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ SSK ഫണ്ടുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഉൾപ്പെടെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം, ഒപ്പം തന്നെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അജിംസ.